Hello, good evening everyone. This is Advocate Anila Jayprakash. Welcome back to Legal Desk. ഞാൻ ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വരുന്ന കോൺട്രവേഴ്സി കാരണമാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ കാണിക്കുന്ന തിടുക്കം, അവരുടെ ഫാമിലി ഇഷ്യൂ, അവരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ റിലേഷൻഷിപ്പ് എന്നിങ്ങനെ പലതരം കോൺട്രവേഴ്സീസ്, മറ്റുള്ളവരുടെ ജീവിതത്തെ അനലൈസ് ചെയ്യുന്ന കുറേ കണ്ടൻറ്റുകൾ, പ്രത്യേകിച്ചും ഇപ്പോൾ കൃഷ്ണകുമാർ സാറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. കൃഷ്ണകുമാർ സാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയെക്കുറിച്ചും അവരുടെ സിസ്റ്റേഴ്സിനെ കുറിച്ചും പലതരത്തിലുള്ള കമൻസ്, ട്രോൾസ്, ജഡ്ജ്മെൻറ്റ് എല്ലാം കാണുമ്പോൾ ഒരു അഭിഭാഷകയായ എന്നെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ പറയേണ്ടതാണ്. ഇത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം ഇന്ന് നമ്മൾ ഒരു ഡേഞ്ചറസ് സൊസൈറ്റിയിലേക്കാണ് കടന്നു പോകുന്നത്. എവിടെ മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫ് എൻ്റർടൈൻമെൻറ്റായി മാറുന്നോ, ക്യാമറ മുന്നിൽ കണ്ടിട്ട് ഒരാളുടെ ക്യാരക്ടർ ജഡ്ജ് ചെയ്യുകയും അവരുടെ ഫാമിലി വാല്യൂസ് തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. ഒരു കുടുംബത്തിൻ്റെ പേഴ്സണൽ മൊമെൻറ്റ്സ് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് അവരുടെ മുഴുവൻ ജീവിതത്തെയും അനലൈസ് ചെയ്യുന്നത് എത്രത്തോളം ശരിയാണ്? ഇന്ന് റീച്ചിനും വ്യൂസിനും വേണ്ടി കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യുന്ന കൾച്ചർ വളരെ ഡേഞ്ചറസ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് ന്യൂസിനേക്കാൾ നെഗറ്റിവിറ്റിക്കാണ് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് മൊബൈൽ തുറന്നാൽ നമ്മളെല്ലാവരും ആദ്യം കാണുന്നത് കോൺട്രവേഴ്സീസ്. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആ കുടുംബത്തിന് തന്നെ ഒരു കംപ്ലൈൻറ്റും ഇല്ലെങ്കിൽ ഔട്ട്സൈഡേഴ്സായി നമ്മൾ എന്തിനാണ് ജഡ്ജായി മാറുന്നത്? അവർ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആണെങ്കിൽ നമ്മൾ പുറത്തിരുന്ന് അസംഷൻ ഉണ്ടാക്കി കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ഇന്നും സൊസൈറ്റി ഇങ്ങനെ ഒബ്സസ്ഡ് ആയാണ് ഇരിക്കുന്നത്. അത് വളരെ ദുഃഖകരമാണ്. ഒരാളുടെ ഡ്രസ്സ് നോക്കി അവരുടെ സംസ്കാരമോ ക്യാരക്ടറോ അളക്കാൻ കഴിയില്ല. മോഡേൺ ജനറേഷൻ്റെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കാതെ മോറൽ പോളിസി നടത്തുന്നത് പ്രോഗ്രസ് അല്ല. സോഷ്യൽ മീഡിയയിൽ പലരും ഇങ്ങനെ ഡ്രസ്സ് ചെയ്യരുത്, ഇങ്ങനെ സംസാരിക്കരുത്, മാരീഡ് ലൈഫ് ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മോറൽ പോളിസി നടത്തിക്കൊണ്ട് വരികയാണ്. പക്ഷേ ഇന്നത്തെ ജനറേഷന് അവരുടെ സ്വന്തം ലൈഫ് സ്റ്റൈലുണ്ടെന്ന സത്യം നമ്മൾ അംഗീകരിച്ചേ ആവണം. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഓരോ വ്യക്തിക്കും ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, പേഴ്സണൽ ലിബർട്ടി, പ്രൈവസി എന്നിവ നൽകിയിട്ടുണ്ട്. നിയമം ലംഘിക്കാത്തിടത്തോളം ഒരാൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് സെലിബ്രിറ്റി ആണെങ്കിലും കോമൺ പേഴ്സൺ ആണെങ്കിലും ഒരുപോലെയാണ്. ഇവിടെ മറ്റൊരു പ്രധാന കാര്യം കൂടെ പറയേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഒരാളെ ട്രോൾ ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ ആ കമൻസ് ഒരാളുടെ മെൻ്റൽ പീസിനെ എത്രത്തോളം ബാധിക്കുമെന്ന് പലരും ചിന്തിക്കാറില്ല. അതിലും പ്രധാനമായി നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ ഫ്ലോസ് കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷമെങ്കിലും സ്വന്തം ജീവിതത്തിലേക്ക് നോക്കണം. നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആണോ എന്ന് ചിന്തിക്കണം. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സ്ട്രഗിളുണ്ട്, ഇമോഷനുണ്ട്, പേഴ്സണൽ ചോയ്സസ് ഉണ്ട്. ആരും പെർഫെക്റ്റ് അല്ല, അതാണ് യാഥാർത്ഥ്യം.
സത്യത്തിൽ ഇന്നത്തെ സമൂഹത്തിന് വേണ്ടത് ജഡ്ജ്മെൻറ്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്. മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസ് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ഓരോ കുടുംബത്തിനും അവരുടെ ഓൺ ഡൈനാമിക് ഉണ്ടാകും. പുറത്തുള്ളവർക്ക് അതിൻ്റെ മുഴുവൻ സത്യം ഒരിക്കലും അറിയില്ല. അതുകൊണ്ടാണ് മൊബൈൽ ഫോൺ തുറക്കുന്ന ഓരോ ദിവസവും കോൺട്രവേഴ്സി സെർച്ച് ചെയ്യുന്നതിനേക്കാൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിക്കാം. മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് കോണ്ടൻ്റ് ആക്കുന്നതിന് പകരം അവരുടെ ഫ്രീഡം റെസ്പെക്റ്റ് ചെയ്യാം. കേരളം എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ ആദ്യം മറ്റുള്ളവരുടെ ചോയ്സസ് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കണം. ജീവിതം ഓരോരുത്തരുടെയും സ്വന്തമാണ്. ലോ അനുവദിക്കുന്ന പരിധിക്കുള്ളിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കുമുണ്ട്. ആ ഫ്രീഡം നമുക്ക് അംഗീകരിക്കാം, റെസ്പെക്റ്റ് ചെയ്യാം. അതാണ് യഥാർത്ഥ സംസ്കാരവും മനുഷ്യസ്നേഹവും. താങ്ക് യു. പുതിയൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഈസ് അഡ്വക്കേറ്റ് അനില ജയപ്രകാശ്. ഗുഡ് നൈറ്റ്.